എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രോൺസും മുരിങ്ങക്കോലും മാങ്ങയും കൂടെ വെച്ചിട്ടൊരു ചെറിയ കറിയാണ് കേട്ടോ. പെട്ടെന്നാകുന്ന ഈസി റെസിപ്പിയാണ്. ഇന്നിപ്പോൾ ഒരു പിടിയോളം ചെമ്മീനാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ച് പെട്ടെന്നൊരു കറി വെച്ചാലോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് വിചാരിച്ച് ആ വീഡിയോ നിങ്ങൾക്കും കൂടെ കാണിക്കുകയാണ്. ഞാൻ കുറച്ച് ചെമ്മീൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിട്ടു, ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ടു. അതിനുശേഷം ചട്ടി നല്ല ചൂടായിട്ടിരിക്കുകയാണേ, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഒരു പിടിയും മാത്രമേ ഉള്ളൂ, ഇച്ചിരി വലിയ ചെമ്മീനാണ്. എനിക്കിഷ്ടമാണ് ചെമ്മീൻ കറിയൊക്കെ. ചെമ്മീൻ കറി ഇഷ്ടമുള്ളവർ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവൂലേ. ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. ഒരു 5 മിനിറ്റിനുള്ളിൽ കറിയാവും. അപ്പം ജസ്റ്റ് ഒന്ന് തിളയൊക്കെ വന്നു. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് മാങ്ങ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം എൻ്റേത് നല്ല പുളിയുള്ള മാങ്ങയാണ്. ഞാൻ ഒരു മാങ്ങയുടെ പകുതി എടുത്തിട്ടുള്ളൂ. അതിനുശേഷം മുരിങ്ങക്കോല് ഇട്ടു. അതിനുശേഷം ഞാൻ 2 പച്ചമുളക് കീറിയിട്ടു, ആവശ്യത്തിന് കറിവേപ്പില. അപ്പം ഞാൻ 3-4 ഇതള ഇട്ടില്ല. എൻ്റെ കറിവേപ്പില ഇച്ചിരി വലുതാണേ, അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. പ്രോൺസിന് അധികം വേവില്ല. പിന്നെ വേവ് വരുന്നത് മുരിങ്ങക്കോലിനും മാങ്ങയ്ക്കുമാണ്. അതിനും അധികം വേവൊന്നുമില്ല, നമ്മുടെ കയ്യിൽ കിട്ടുന്ന അനുസരിച്ചിരിക്കുമല്ലോ. അപ്പം പെട്ടെന്നാവും. പിന്നെ തേങ്ങയ്ക്ക് അരപ്പൊക്കെ ഇടുവാണ് കേട്ടോ. തേങ്ങ ഇട്ടു. ആ സമയം കൊണ്ട് നമ്മുടെ മുരിങ്ങക്കോലും മാങ്ങയും ചെമ്മീനെല്ലാം വേവട്ടെ. 2-3 ചുവന്നുള്ളി, 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടു. അതിനുശേഷം ഞാൻ ഇടുന്നത്, ഇതൊക്കെ അരപ്പിനായിട്ടുള്ളതാണേ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി, ഒരു വലിയ സ്പൂണ് കാശ്മീരി ചില്ലിയും കൂടെ ഇതിലൂടെ ആഡ് ചെയ്ത് പോകുന്നുണ്ടേ. അതിനുശേഷം ഈ അരപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള തേങ്ങ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ 3/4 വേവായിട്ടുണ്ട് നമ്മുടെ ചെമ്മീനും മുരിങ്ങക്കോലും മാങ്ങയെല്ലാം. അപ്പം അതിനകത്തേക്ക് ഞാൻ അരച്ചെടുത്ത് അരപ്പെല്ലാം കൂടി ഇട്ട് കൊടുത്തു. തേങ്ങ, ചുവന്നുള്ളി, 2-3 കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മുളക് പൊടി, ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഞാൻ ആദ്യം തന്നെ ഞാൻ പ്രോൺസിനകത്ത് ഇട്ടുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. എനിക്കിനി കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ അരപ്പിനകത്ത് ചേർത്ത് പോകാം കേട്ടോ. അങ്ങനെയാണേ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് കയ്യിലുള്ള സാധനങ്ങളനുസരിച്ച് നിങ്ങൾക്ക് അളവുകൾ ഏറ്റക്കുറച്ചിലുകൾ വരുത്താം. നമ്മുടെ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഈസി ആയിട്ട് ആർക്കും കുക്ക് ചെയ്യാം. അധികം സമയമൊന്നും ആവശ്യമില്ല. ഒരു 5 മിനിറ്റിനുണ്ടെങ്കിൽ ഒരു സ്വാദിഷ്ടമായിട്ടുള്ള ചെമ്മീൻ കറി റെഡിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം കുക്കായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് അധികം ചാറുമില്ല, അധികം ലൂസും അല്ലാത്ത പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഞാനിന്ന് നോക്കിയേ, ചെമ്മീനൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ചെമ്മീൻ ഓവറായിട്ട് കുക്ക് ചെയ്ത് കളയില്ല കേട്ടോ, റബ്ബറി പരുവമായി പോകും. നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്, പക്ഷെ ഉടഞ്ഞു പോയിട്ടില്ല, അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പുളിയുള്ള മാങ്ങയാണേ, അതാണ് ഞാൻ ഒരു പകുതി എടുത്തത്. ഈ ഒരു പരുവത്തിലേക്ക് ഇരിക്കുമ്പോൾ ഇനി നമുക്കിതിന് താളിപ്പ് ചേർക്കണം. അതിന് ഞാൻ പാനടുപ്പത്തേക്ക് വെച്ചു. ഒരു വലിയ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ കുറച്ച് കടുകിടണം. നമുക്ക് താളിപ്പിന് വേണ്ടി കടുകിട്ട് കൊടുക്കണ്ടേ, അതിനാട്ടോ. അതിൽ വേറെ സാധനങ്ങളൊന്നും ഞാൻ ചേർക്കുന്നില്ല. കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വരുന്നതിന് ശേഷമാണ് നമ്മുടെ ചെറിയുള്ളി ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് കേട്ടോ. അത് വട്ടത്തിൽ വേണം അരിഞ്ഞെടുത്തേക്കുന്നത് കേട്ടോ. അതിട്ട് കൊടുത്തു. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ആ ചെറിയുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്ന് ഒരു ബ്രൗൺ ഷെയ്ഡായി കിട്ടണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. തീ നന്നായി കുറച്ച് വെക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ പാൻ നല്ല ചൂടായിട്ടിരിക്കുന്ന കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ തീ നന്നായി കുറച്ച് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഏകദേശം കളറൊക്കെ മാറി ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ എത്തിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരു 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. വറ്റൽമുളക് ആദ്യം ഇട്ട് കൊടുക്കാത്തത് കരിഞ്ഞു പോകുന്നുള്ളത് കൊണ്ടാട്ടോ ഈ ഒരു സമയത്താണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ വറവെല്ലാം, അതായത് താളിപ്പെല്ലാം റെഡിയായി നമ്മുടെ വെന്തിരിക്കുന്ന നല്ല സ്വാദോട് കൂടിയ കറിയിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണേ. ഈ താളിപ്പിന് വട ഇഷ്ടമുള്ളവരുണ്ടോ? എനിക്കിഷ്ടമാണ് കേട്ടോ. എനിക്കിങ്ങനെ ഫുഡിൻ്റെ ഇങ്ങനത്തെ വാസനകളൊക്കെ നല്ല ഇഷ്ടമാണ്. താളിപ്പൊക്കെ ചേർത്ത് കൊടുത്തു. കണ്ടോ, ഞാൻ പറഞ്ഞേ കറി നന്നായി സെറ്റായിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ടേ. തേങ്ങയൊക്കെ ചേർത്ത് പിന്നെ മൺചട്ടിയിലും കൂടെ അല്ലേ, അപ്പോൾ കുറച്ചിരിക്കുമ്പോഴത്തേക്കും കുറുകി വരും. അപ്പം നിങ്ങൾക്ക് ഇത് ലൂസായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അരയ്ക്കുമ്പോൾ അതനുസരിച്ച് വെള്ളം ചേർക്കാം. അപ്പോൾ എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസി മതി.
അധികം ചാറ് എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ എടുത്തത്. അപ്പം നിങ്ങളുടെ ചാറും എരിവും പുളിയും ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. വേണ്ട കോമൺ ആയിട്ടുള്ള ഐറ്റംസ് ഇത്രയൊക്കെയാണ്. അതാ നോക്കി ഈ ഒരു പരുവത്തിൽ അട കിട്ടിയാൽ ഇപ്പോഴും നോക്കി വെന്തിട്ടും നമ്മുടെ മാങ്ങയൊക്കെ അതേപടി ഇരിക്കുകയാണ്. പക്ഷെ മാങ്ങ നന്നായി വെന്തിട്ടുണ്ട്, പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ എനിക്ക് കറി കിട്ടി കേട്ടോ. ഇതാണ് കറിയുടെ ഞാൻ പറഞ്ഞ ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന, ആർക്കും വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഈ വക സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നോക്കി എന്ത് രസമാണ് കറിയൊക്കെ. പെട്ടെന്നായി എന്ന് പറഞ്ഞില്ലേ. സ്വാദോടു കൂടിയ മാങ്ങാക്കറി എന്ന് പറയാം, നമ്മുടെ ചെമ്മീൻ കറി എന്ന് പറയാം, മുരിങ്ങക്കോല് കറി എന്ന് പറയാം. ഇതെല്ലാം ചേർന്നൊരു കറി അല്ലേ, നല്ല സ്വാദോടു കൂടി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടാവുന്നല്ല, എല്ലാവർക്കും ഇഷ്ടമുള്ള കറിയാണ്. ചെമ്മീൻക്ക് ഇഷ്ടമല്ലാത്തവരും കഴിച്ചു പോകും, കാരണം അത്ര നല്ല ടേസ്റ്റാണേ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ. ഫീഡ്ബാക്കുകൾ എന്തായാലും അറിയിക്കണം. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്, ഫൈനൽ ഔട്ട്പുട്ട്. കറി വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഈ ചെറിയ വീഡിയോ ആണ് കേട്ടോ, പെട്ടെന്നാകുന്ന ഈസി റെസിപ്പികളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ റെസിപ്പീസായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾക്ക് വരാൻ അതൊരു പ്രചോദനമായിരിക്കും. അപ്പോൾ കൂടുതൽ ഞങ്ങളുടെ റെസിപ്പികൾക്കായി കാത്തിരിക്കുക. ഞങ്ങൾ കൂടുതൽ വിഭവങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ.